സ്വാഗതം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യുവജന ദിനാഘോഷം സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ജനുവരി 12 ഭാരതത്തിൽ ദേശീയ യുവജന ദിനമായി ആഘോഷിച്ചു വരികയാണ്. 1984 ഈ ദിവസം ദേശീയ യുവജന ദിനമായി ആഘോഷിക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചത്. 1985 മുതൽ എല്ലാ വർഷവും ഈ ദിനം യുവജന ദിനമായി കൊണ്ടാടി വരികയാണ്. ഭാരതത്തിലെ സന്യാസിമാരിൽ പ്രമുഖനായ വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി കൊണ്ടാടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തവണത്തെ യുവജന ദിനം വിപുലമായി ആഘോഷിക്കാനാണ് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കേരളമെമ്പാടും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിലും യുവജനദിന ആഘോഷം സംഘടിപ്പിച്ചത്. കട്ടപ്പന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ വെച്ചാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത്. കേക്ക് മുറിച്ചുകൊണ്ട് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ യുവജനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വളരെയധികം മാതൃകകളുണ്ട്. അത് പ്രളയമായിട്ടും കോവിഡായിട്ടും ഒക്കെ. ഇത് കട്ടപ്പന മർച്ചൻസ് അസോസിയേഷൻ അല്ല, അതിനപ്പുറത്തേക്കൊരു യുവജന കൂട്ടായ്മയുടെ ഭാഗമാണ്. നമ്മളിതെല്ലാം തെളിയിച്ചു കഴിഞ്ഞു. ഈ കൂട്ടായ്മ മുന്നോട്ട് പോകട്ടെ എന്നും ഞാൻ ആദ്യം തന്നെ ആശംസിക്കുകയാണ്. പ്രളയം വന്നപ്പോൾ ക്യാമ്പ് തുടങ്ങിയതും കോവിഡ് വന്നപ്പോൾ അതിനനുബന്ധമായ സകല മെഡിക്കൽ മേഖലകൾ ഉണ്ടാക്കിയതുമെല്ലാം നമ്മൾ തന്നെയാണ്. അപ്പം യുവജന സംഗമത്തിന് എന്തുവേണം വിലയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളതിലൂടെ ആ പന്താവിലൂടെ പോകുന്നതിൻ്റെ ഭാഗമാണ് ഇന്നത്തെ കൂട്ടായ്മ. ആരെപ്പോൾ വിളിച്ചാലും കൂടുന്ന ഒരു യുവജന കൂട്ടായ്മ ഇന്ന് നമുക്ക് നിലനിൽക്കും. മുന്നോട്ട് ശക്തിപ്പെടുത്തി കൊണ്ടുപോകണം. അതിന് പല ആശയങ്ങൾ നമുക്കുണ്ടാകണം. നമ്മൾ സമൂഹത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ മാറ്റം വരണം. മർച്ചന്റ് യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട സിജോ മോൻ ജോസിന് ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി. അജിത് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. സിജോ മോൻ ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റി ശരിക്കും പറഞ്ഞാൽ 10-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് വന്ന് പുതിയ കമ്മിറ്റി രൂപീകൃതമായത്. ആദ്യ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ഒരു വിഷയം, കാരണം സാധാരണ രീതിയിൽ ഈ ദിനം അങ്ങനെ ആരും ആഘോഷിക്കപ്പെടാറില്ല. ഒരു ദിനമായിട്ട് പ്രഖ്യാപിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ യുവജന ദിനത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രോഗ്രാം 14 ജില്ലകളിൽ നടത്തപ്പെടുകയാണ്. അതെല്ലാം നടത്തപ്പെടുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളിൽ വിവിധ പ്രോഗ്രാമുകളായിട്ട് നടത്തും. ഒറ്റ ദിവസം കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ഇത് വളരെ ഗംഭീരമായിട്ട് നടത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാടിൻ്റെ വികസനത്തിനെ സംബന്ധിച്ച് അതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളാണ്. ഇപ്പോൾ നിസ്സാരം നമ്മുടെ കട്ടപ്പന എടുത്തു കഴിഞ്ഞാൽ സാഹചര്യം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒരു പ്രളയമുണ്ടായി, ഒരു കോവിഡ് വന്നു. എല്ലാവിധ സമയത്തും ഇവിടുത്തെ യുവാക്കൾ ഒന്നടങ്കം ഇറങ്ങി മുന്നിട്ടിറങ്ങി ആ സെൻറ്റ് ജോർജ് സ്കൂൾ തൊട്ട് ഈ നാട്ടിൽ മുഴുവൻ ഒരുമിച്ച് നിന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ അതിജീവിക്കുക. ബാക്കിയുള്ള സംവിധാനങ്ങൾ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്തപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ കൂട്ടായിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയൊക്കെ ആ ഒരു സമയത്ത് യുവാക്കളുടെ ഒരു വിഭാഗം ചെന്നിട്ട് ഒരു പാലം ഉണ്ടാക്കി കൊടുത്തു.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടായിട്ട് നിന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുക. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ യുവാക്കളുടെ രീതികളും കാര്യങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. എന്താണ് മാറ്റപ്പെടുന്നത്? അവർ ഒരു റൂമിൻ്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഒരു ഫോണിൽ നോക്കി ഒരു ദിവസം മുഴുവൻ തീർക്കുന്ന രീതിയിലേക്ക്, അതോടൊപ്പം ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ വിപത്തുകളായിട്ട് വരുന്ന ലഹരിയുടെ ഉപയോഗങ്ങളും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ പോവുകയാണ്. ജോഷി കുട്ടട, ഷിയാസ് AK, ജിനേഷ് കക്കാട തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.